ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉൾക്കടലിലേക്ക് മീൻ പിടിക്കാൻ പോവുകയാണ്. നമ്മുടെ ഐലൻഡ് ഹാർബറാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ നാട്ടിൽ കാറുള്ളത് പോലെ ഇവിടെയുള്ള മിക്ക പണക്കാരെ വീട്ടിലും ഓരോ ബോട്ട് കാണും. ഈ കാണുന്ന ബോട്ടിലാണ് കേട്ടോ നമ്മുടെ ഹണ്ടിങ് ട്രിപ്പ്. ഈ ട്യൂബിലെ 3 ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കേട്ടോ ഇന്നത്തെ മീൻപിടുത്തം. നമ്മുടെ ബ്രോ നേരത്തെ എത്തി ബാറ്ററി ബോക്സൊക്കെ കണക്ട് ചെയ്ത് പെട്രോളൊക്കെ ഒഴിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ലോ ടൈഡ് ആയതുകൊണ്ട് തന്നെ ഇന്ന് വെള്ളം വളരെ കുറവാണ്. അതുകൊണ്ട് ബോട്ടിൽ കയറാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ താഴ്ചയുള്ള ഭാഗത്ത് വന്നു നിന്നത്. ഇതാ നമ്മുടെ ചങ്ക്സ് സെറ്റായി എത്തിയിട്ടാ. അങ്ങനെ ആഴക്കടലിലേക്ക്. വല്ലപ്പോഴുമേ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന കടലിനെ കാണാറുള്ളൂ. അതുകൊണ്ട് തന്നെ പുഴയിലൂടെ തോണിയിൽ പോണ ഫീലാണ് കേട്ടോ. കടലിൻ്റെ അടിത്തട്ടൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നേരിട്ട് കാണുന്ന ഭംഗി ക്യാമറയിൽ ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിലും സൂര്യാസ്തമയം അത് കടലിൽ തന്നെ കാണണം. വല്ലാത്തൊരു ഭംഗി തന്നെയാണ്. അങ്ങനെ ബോട്ട് ഒരു പോയിന്റിലെത്തിയപ്പോൾ ഓഫ് ചെയ്തു. അപ്ലിക്കേഷനൊക്കെ നോക്കി മോഡേൺ ഫിഷിംഗ് ആണ് കേട്ടോ. ഇതാ ആ കാണുന്നതാണ് ആൾതാമസമില്ലാത്ത വെങ്കാരു ഐലൻഡ്. നമ്മൾ ഇതിനു മുമ്പ് ഈ ദ്വീപിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതൊന്ന് കാണണേ. അസ്തമയ സൂര്യനും ഇത്രയും സൈലൻ്റായ കടലും കണ്ണിന് വല്ലാത്തൊരു സുഖം തരുന്ന കാഴ്ച തന്നെ. ഇനി നമുക്ക് വന്ന പരിപാടി നോക്കാം. നേരത്തെ പിടിച്ചു വെച്ച ഫിഷ് കട്ട് ചെയ്ത് ബൈറ്റൊക്കെ സെറ്റാക്കുകയാണ്. അങ്ങനെ നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടാ. 5 മിനിറ്റിനുള്ളിൽ ഇതാ കിടക്കണം നല്ല അടിപൊളി കളർഫുൾ ഗ്രൂപ്പർ. അത്യാവശ്യം വലുപ്പമുണ്ട്. മച്ചാൻ ഹുക്ക് ശ്രദ്ധയോടെ അഴിച്ചെടുത്തു. അപ്പോഴാണ് നമ്മുടെ ആശാന് നല്ലൊരു സ്ട്രൈക്ക് കിട്ടിയത്. വലിച്ചു മുകളിലെത്തിയപ്പോഴാണ് ട്രിഗർ ഫിഷ് വിഭാഗത്തിൽ പെട്ടതാണെന്ന് മനസ്സിലായത്. ഇവയ്ക്ക് നല്ല മൂർച്ചയുള്ള പല്ലുകളാണ്. കയ്യെങ്ങാനും പെട്ടാൽ തീർന്നു. പക്ഷെ ഇവിടെ ഉള്ളവര് ഈ മത്സ്യം കഴിക്കാറില്ല. അതുകൊണ്ട് തിരിച്ച് കടലിലേക്ക് തന്നെ ഇട്ടു. രക്ഷപ്പെട്ടത് മനസ്സിലാവുന്നത് കൊണ്ടാവണം കുറച്ചു നേരം ചത്തതുപോലെ കിടന്നു. നമ്മളൊന്ന് കണ്ണടച്ച് തുറന്നപ്പോഴേക്കും ആളുടെ പൊടി പോലും കാണാനില്ല. ഫോൺ കയ്യിലെടുക്കാനുള്ള സമയം തന്നില്ല. ഇവന്മാർ കൂട്ടത്തോടെ സഞ്ചരിക്കുന്നതായതുകൊണ്ട് ഇനിയും ഇവിടെ നിന്നാൽ പണി കിട്ടാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ആപ്പിൽ നോക്കി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് നീങ്ങുകയാണ്. ഇവിടെ എത്തിയ ഉടൻ തന്നെ ഒരെണ്ണം അടിച്ചു. ബ്രോ വലിച്ചു ബോട്ടിലിട്ടു. അതും നേരത്തെ നമുക്ക് കിട്ടിയ സെയിം ഗ്രൂപ്പർ തന്നെ. ഇതിന് നല്ല ഡിമാൻഡാണ് ഇവിടെ. ഇത്തരം കളർഫുൾ ഗ്രൂപ്പറുകൾ ഉൾക്കടലിൽ മാത്രമാണ് കിട്ടാറ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടാ. നമ്മളിത് പലവട്ടം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കും കിട്ടി അത്യാവശ്യം നല്ലൊരു സൈസ് സാധനം. വലിയ മീനായതുകൊണ്ട് തന്നെ ബൈറ്റ് മുഴുവനായിട്ടും വിഴുങ്ങിയിട്ടുണ്ട്. ആശാൻ അത് ശ്രദ്ധിച്ച് അഴിച്ചെടുത്തു. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക്. ശാസ്ത്രത്തിന്റെ ഓരോ പുരോഗതിയല്ലേ. മീൻ പിടിക്കാനും അങ്ങനെ ആപ്പായി. മീൻ പിടിക്കാനല്ല കേട്ടോ, മീൻ കൂടുതലുള്ള സ്ഥലം കാണിച്ചു തരും ഈ ആപ്പ്. ഇതാ ഇവരാണ് കേട്ടോ നമ്മുടെ ടീംസ്. ചൂണ്ട ഇട്ട് വെച്ചിട്ടാണ് ഇനി നമ്മുടെ യാത്ര. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴാണ് ഇതാ അടുത്ത ആള്. കാണാൻ നല്ല കളർ, നല്ല സൈസ്. പക്ഷെ ആ മീനിനെയും ഇവിടെ ഉള്ളവർ കഴിക്കില്ല അത്രേ. അങ്ങനെ കുറച്ച് മീനുകളുണ്ട്. അങ്ങനെ അതും തിരിച്ച് കടലിലേക്ക് ഇട്ടു. അസ്തമയ സൂര്യന് ഭംഗി കൂടി വരുന്നു. നമ്മുടെ ഐലൻഡ് കണ്ണെത്താ ദൂരത്തായി. ഇവിടെ നിന്നും ഇനി അങ്ങോട്ട് ആൾതാമസമുള്ള ദ്വീപുകൾ ഒന്നും തന്നെ ഇല്ല. മാലദ്വീപിന്റെ നോർത്ത് സൈഡിലെ അവസാനത്തെ ഐലൻഡാണ് കേട്ടോ നമ്മുടെ തുരാക്കുനോ. ഇതാ സംസാരിച്ച് നിൽക്കുമ്പോൾ ബ്രോക്ക് മീനടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ ചൂണ്ടയിൽ കുടുങ്ങിയാൽ തന്നെ മീനെ തിരിച്ചറിയുന്നു. എക്സ്പീരിയൻസ് ആവാം. ഇവിടെ കടലിന് 150 മീറ്റർ താഴ്ചയുണ്ടെന്നാണ് ആപ്പ് പറയുന്നത്. ഇതാ പറഞ്ഞതുപോലെ തന്നെ ഒരു നോർമൽ ഗ്രൂപ്പർ.
അങ്ങനെ ആളെയും പെട്ടിയിലിട്ട് അടുത്ത പോയിന്റിലേക്ക്. ഇവിടെ നിന്നാണ് ഈ അടിപൊളി റെയിൻബോ ഫിഷ് കിട്ടിയത്. ഒരു രക്ഷയില്ലാത്ത പിടച്ചിലായിരുന്നു. കൺട്രോൾ ചെയ്യാൻ കുറേ പാടുപെടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ കിട്ടണ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അങ്ങോട്ട് കുറച്ച് സമയം പരസ്പരം മത്സരമായിരുന്നു. അപ്പോഴാണ് ഹുക്ക് വലിയ ഏതോ മീൻ കടിച്ചു മുറിച്ചത്. ആശാൻ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹുക്ക് കെട്ടുന്ന പുതിയൊരു ടെക്നിക്കും പഠിപ്പിച്ചു തന്നു. നല്ല അസല് ലോക്ക്. ഇനി ഇവിടെ നിന്നാൽ ഇത് കെട്ടാനേ സമയം കാണും. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത പോയിന്റിലേക്ക്. മീൻ കരയണ സൗണ്ടാണോ കേൾക്കണത്? ഇവിടെ എത്തിയതും ഒരു അടിപൊളി സാധനം കേട്ടാ. പക്ഷേ വലിച്ചു ബോട്ടിലിട്ടെങ്കിലും ഇവര് തൊടാൻ സമ്മതിച്ചില്ല. നല്ല മൂർച്ചയുള്ള ഈർച്ചവാള് പോലെയുള്ള പല്ലുകളാണ്. തല ഒടിച്ച് പൊട്ടിച്ചതിന് ശേഷമാണ് ഹുക്ക് അഴിച്ചെടുത്തത്. അങ്ങനെ ഹുക്ക് അഴിച്ചെടുത്ത് അവനെ പെട്ടിയിലേക്ക് ഇട്ടു. അടുത്തതും 5 മിനിറ്റിനുള്ളിൽ തന്നെ 150 മീറ്ററോളം താഴ്ചയിൽ നിന്നും ഒരു ഉഗ്രൻ മീൻ. അതിൻ്റെ വായിൽ കാണുന്നത് നാവല്ലാട്ടാ. ഇത്രയും താഴ്ചയിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ കുടൽ പുറത്തോട്ട് വന്നതാണെന്നാണ് ഇവർ പറയണത്. എന്തായാലും നല്ല സൈസ് സാധനം, നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ ഫേമസ് ആയ ഒരു ഫിഷാണത്രേ. ഇവന്റെ ഹുക്ക് അഴിച്ചെടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. ഇതാ പ്രോക്ക് പിന്നെ ഒന്നടിച്ചിട്ടുണ്ട്. വലിച്ചു കയറ്റാനുള്ള ശ്രമത്തിലാണ്. അതിനിടെ ഇപ്പുറത്ത് വലിയ ഏതോ ഫിഷിനെ വലിച്ചു കയറ്റാനുള്ള ശ്രമത്തിനിടെ നമ്മുടെ ആശാന്റെ സ്റ്റിക്ക് ഒടിഞ്ഞു. നമുക്ക് നേരത്തെ കിട്ടിയവൻ തന്നെ. പൊക്കി അകത്തിട്ട് ആശാൻ ഹുക്ക് അഴിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. വലിയ മീനുകളൊക്കെ ഹുക്ക് മുഴുവനായി വിഴുങ്ങുന്നത് കൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് അഴിച്ചെടുക്കാൻ. അവസാനം കത്തി കൊണ്ട് മുറിക്കേണ്ടി വന്നു. സമയം നോക്കിയപ്പോൾ 8:30 കഴിഞ്ഞിരിക്കുന്നു. അത്യാവശ്യം മീനുകളും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഐലൻഡിലോട്ട് തിരിച്ചു. ഇനി അവിടെ പോയി ഹാർബറിൽ വെച്ച് തന്നെ ഈ മീനൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ഇവിടെ ഉള്ളവരൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ. രാത്രി ഐലൻഡ് ഹാർബർ കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ്. വെള്ളം ചെറുതായി പൊങ്ങി തുടങ്ങുന്നു. നമ്മൾ പോകുമ്പോൾ ഉള്ളതുപോലെയല്ല. ഹാർബറിലോട്ട് ബോട്ട് അടുപ്പിച്ച് മീനെല്ലാം ഹാർബറിൽ തട്ടി ബോട്ട് പാർക്ക് ചെയ്യാൻ പോയി. ഈ പിടിച്ച ഫിഷ് മുഴുവൻ ഞങ്ങളോട് എടുത്തോളാൻ ഇവർ പറഞ്ഞു. നമുക്ക് ഫിഷ് കഴിക്കുന്നതിനേക്കാളും പിടിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ നല്ല 2 ഫിഷ് മാത്രം എടുത്തു. ഇവരത് കട്ട് ചെയ്ത് വൃത്തിയാക്കി തന്നു. അങ്ങനെ ഈ 2 വലിയ ഫിഷും കൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട്, മീനുകൾ നേരെ ചട്ടിയിലോട്ടും. അപ്പം നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. ബൈ, താങ്ക് യു.